നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കുടുംബത്തോടൊപ്പം ഒരൽപ്പം താമസിക്കുക എന്ന ആഗ്രഹമാണ് പലർക്കും ഉള്ളത്. ഇത്തരത്തിൽ ആഗ്രഹങ്ങൾ നിറവേറ്റുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നാട്ടിലുള്ള ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ദുബായിലേക്ക് താമസ വിസയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ? ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനാവശ്യമായ രേഖകൾ, സൗകര്യങ്ങൾ, നിബന്ധനകൾ എന്നിവയെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ പോലുമില്ലാതെ നാട്ടിൽ നിന്ന് ഫാമിലിയെ കൊണ്ടുവരാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അബദ്ധമാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ താമസിക്കാനുള്ള മുറിയും നാട്ടിൽ നിന്ന് കുടുംബക്കാർക്ക് വരാനുള്ള വിമാന ടിക്കറ്റുമൊക്കെ റെഡിയാക്കിയ ശേഷമാകും വിസാപേക്ഷയുമായി അധികൃതരെ സമീപിക്കുക പോലും. എന്നാൽ ഫാമിലിയെ സ്പോൺസർ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത ഇല്ലെന്ന കാര്യം അവസാന നിമിഷം തിരിച്ചറിയുന്നത് സാമ്പത്തിക നഷ്ടത്തിനും അനാവശ്യമായ ടെൻഷനും കാരണമായി തീരാറുമുണ്ട്. അതിനാൽ തന്നെ കുടുംബത്തെ സ്പോൺസർ ചെയ്യാൻ വേണ്ട രേഖകളും മറ്റും ശരിയാക്കിയ ശേഷം വിസാപേക്ഷയുമായി പോകുന്നതാകും നല്ലത്. അതോടൊപ്പം വിസ എടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന ചെലവുകളും നേരത്തെ അറിഞ്ഞു വയ്ക്കുന്നത് അവസാന നിമിഷത്തെ അങ്കലാപ്പ് ഒഴിവാക്കാൻ സഹായിക്കും. എത്ര കാലത്തെ വിസയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നതിനെ മാത്രം ഉദ്ദേശിച്ചല്ല വിസ ചിലവുകൾ നിശ്ചയിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പ്രായവും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീരാറുണ്ട്. ദുബായിൽ ഫാമിലി വിസ എടുക്കുന്നതിനുള്ള ചെലവുകളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും എന്നാണ് പറയാൻ ഇവിടെ പോകുന്നത്. ഫാമിലി വിസയ്ക്കുള്ള അപേക്ഷാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനാവശ്യമായ ഏതാനും രേഖകൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഇതിനുശേഷം മാത്രമേ വിസ ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി വിവാഹ സർട്ടിഫിക്കറ്റ്, മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് എന്നിവ നാട്ടിൽ നിന്ന് മാത്രമല്ല UAE വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അറ്റസ്റ്റ് ചെയ്തിരിക്കണം. മന്ത്രാലയത്തിലേക്ക് നേരിട്ട് പോവുകയാണെങ്കിൽ 160 ദിർഹമാണ് അറ്റസ്റ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് എന്നത്. ടൈപ്പിംഗ് സെന്റർ വഴിയാണെങ്കിൽ അവിടെ സർവീസ് ചാർജ് കൂടി അധികമായി നൽകേണ്ടി വരും. വിവാഹ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് പുറമെ തന്നെ താമസരേഖയായ ഇജാരി അഥവാ വാടക കരാർ ഉണ്ടായിരിക്കണം. കുടുംബത്തെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ പേരിലുള്ളതായിരിക്കണം ഇജാരി സർട്ടിഫിക്കറ്റ് എന്ന് നിർബന്ധവുമുണ്ട്. ഇതില്ലാത്ത പക്ഷം ഫാമിലി വിസയ്ക്കുള്ള അപേക്ഷ നൽകാനാവില്ല. കുടുംബ വിസയ്ക്ക് അപേക്ഷ നൽകുന്ന വ്യക്തിക്ക് ചുരുങ്ങിയത് 4000 ദിർഹം മാസശമ്പളം ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയും നിലവിലുണ്ട്. ഈ രേഖകളെല്ലാം കൈവശമുണ്ടെങ്കിൽ ഫാമിലി റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മുകളിൽ പറഞ്ഞ പ്രധാന രേഖകൾക്കൊപ്പം ദുബായിലേക്ക് കൊണ്ടുവരുന്ന കുടുംബാംഗങ്ങളുടെ പാസ്പോർട്ട് കോപ്പികൾ, കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ ഒറിജിനൽ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും, വിവാഹ സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, വിവാഹമോചന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയും ബന്ധപ്പെട്ട കേസുകളിൽ ആവശ്യമായി വരുന്നതാണ്. ഉദാഹരണമായി തനിച്ചു താമസിക്കുന്ന ഭാര്യ മക്കളെ കൊണ്ടുവരുന്ന പക്ഷം വിവാഹം, വിവാഹമോചനം, മരണം തുടങ്ങിയ ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അറ്റസ്റ്റ് ചെയ്ത സാലറി സർട്ടിഫിക്കറ്റും, താമസം ദുബായിലാണെങ്കിൽ ഇജാരിയും, മറ്റ് എമിറേറ്റുകളിലാണെങ്കിൽ ടെനൻസി കരാറും ആവശ്യമാണ്. ഫാമിലി വിസ ലഭിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിനു മുന്നോടിയായി തന്നെ പുതുതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സിൽ ഒരു ഫയൽ തുറക്കുന്നതിനുള്ള ഫീസായി 269 ദിർഹം നൽകണം. ഇത് ഒറ്റ തവണ അടയ്ക്കേണ്ട ഫീസാണ്. സ്പോൺസർ ചെയ്യുന്ന കുടുംബാംഗങ്ങളുടെ എണ്ണവുമായി ഇതിന് ബന്ധമില്ല. ഫാമിലിയെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാണ് ഈ ഫീസ് ബാധകമായിരിക്കുക. ഉദാഹരണമായി ഭാര്യയും 2 മക്കളും ഉൾപ്പെടെ 3 പേരെയാണ് സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് 269 മാത്രം നൽകിയാൽ മതിയാകും. എന്നാൽ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി ജോലി മാറുകയാണെങ്കിൽ ഫയൽ ഓപ്പണിംഗ് ഫീസ് വീണ്ടും അടയ്ക്കേണ്ടി വരും. അതേസമയം മറ്റേതെങ്കിലും വിസയിൽ ദുബായിലുള്ളവരാണ് കുടുംബാംഗങ്ങളെങ്കിലും എൻട്രി പെർമിറ്റ് ആവശ്യമായി വരുന്നുണ്ട്. 180 ദിർഹമാണ് ഇതിന്റെ ഫീസ്. എന്നാൽ ഈ എൻട്രി പെർമിറ്റ് റെസിഡന്റ് വിസയാക്കി മാറ്റണമെങ്കിൽ അത് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന നടപടിക്രമത്തിന് വിധേയമായിരിക്കണം. അതായത് കുടുംബാംഗങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ അവരുടെ റെസിഡൻസ് വിസ നടപടികൾ പൂർത്തീകരിക്കണമെങ്കിൽ എൻട്രി വിസ അനുവദിച്ച് 60 ദിവസത്തിനുള്ളിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് റെസിഡൻസ് വിസയാക്കി മാറ്റണം. അതേസമയം നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കാണ് വിസ എടുത്തിരിക്കുന്നതെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന എൻട്രി പെർമിറ്റിൽ അത് ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ അവർ ദുബായിൽ എത്തിയിരിക്കണം. ഇവിടെ എത്തിയ ശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളുമായി അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതുകൂടാതെ റെസിഡന്റ് വിസയിലേക്ക് എൻട്രി വിസ മാറ്റുന്നതിന് മുമ്പായി തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഗുരുതരമായ രോഗങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണിത്. ഭാര്യ, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കൾ എന്നിവർക്കാണ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എടുക്കേണ്ടത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. സാധാരണ നിലയിൽ മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കാൻ 320 ദിർഹമാണ് ഫീസ്. ഇത്തരം കേസുകളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനായി നടത്തിയ പരിശോധനകളുടെ ഫലം 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ 4 മണിക്കൂറിനുള്ളിൽ അവ വേണമെന്നുള്ളവർ കൂടുതൽ ഫീസ് നൽകേണ്ടി വരും. ഈ VIP സേവനത്തിന് 570 ദിർഹമാണ് ചിലവ് വരിക.
മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ എമിറേറ്റ്സ് ഐഡിക്ക് അപേക്ഷ നൽകാനും സാധിക്കും. വിസയുടെ കാലാവധിക്ക് അനുസരിച്ചാണ് എമിറേറ്റ്സ് ഐഡി ലഭ്യമാകുക. 1 വർഷമാണ് വിസയുടെ കാലാവധിയെങ്കിൽ 170 ദിർഹമാണ് ഇതിന് ചെലവ് വരിക. 2 വർഷത്തേക്ക് 270 ദിർഹം, 3 വർഷത്തേക്ക് 370 ദിർഹം എന്നിങ്ങനെയാണ് ഫീസ്. എന്നാൽ 10 വർഷത്തെ ഗോൾഡൻ വിസ എടുക്കുന്നവർക്ക് എമിറേറ്റ്സ് ഐഡി ലഭിക്കാൻ 1070 ദിർഹം ഫീസ് നൽകണം. അതായത് നിലവിൽ എമിറേറ്റ്സ് ഐഡി അപേക്ഷയോടൊപ്പം പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിനുള്ള ഒരു അപേക്ഷ കൂടി നൽകാറുണ്ട്. ഇതുകൂടി ചെയ്താൽ മാത്രമാണ് വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക. ഇതിന് 500 ദിർഹമാണ് ചെലവ്. എന്നാൽ ഇനി മുതൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതി ഉണ്ടാവില്ലെന്നും പകരം എമിറേറ്റ്സ് ഐഡി മതിയാകുമെന്നും UAE അധികൃതർ ഈയിടെ അറിയിച്ചിരുന്നു. ഇത് പൂർണ്ണതോതിൽ നടപ്പിൽ വരുന്നത് വരെയെങ്കിലും പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന രീതി തുടരുമെന്നാണ് റിപ്പോർട്ട്. വിസ സ്റ്റാമ്പിങ്ങിനുള്ള അപേക്ഷ നൽകി 4 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ കൊറിയർ വഴി വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് വീട്ടിലെത്തുന്നതാണ്. ഇതിനുള്ള കൊറിയർ ചെലവ് കൂടി ഉൾപ്പെട്ടതാണ് ഫീസ്. ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ യാതൊരു തടസ്സവും കൂടാതെ യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രവാസികൾ ഇത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.